ഹലോ, ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്ക് നോക്കാം കേട്ടോ. ഇതിനകത്ത് മൈദ, മുട്ട, ബ്രെഡ് അങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല. വളരെ ഈസി ആയിട്ടുള്ള പ്രിപ്പറേഷനാണ്. അതുപോലെ തന്നെ ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് ഫ്രീസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യാനുസരണം ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ചിക്കൻ പോപ്സിക്കിൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ എല്ലൊക്കെ മാറ്റി, എല്ല് മാറ്റിയ ശേഷമാണ് കേട്ടോ 200 ഗ്രാം മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത ചിക്കനാണ്. നിങ്ങൾക്ക് ചിക്കൻ മിൻസ്ഡ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും, അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവാള കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. പിന്നെ ഒരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വീതം റെഡ് ചില്ലി സോസും സോയ സോസും കൂടെ ചേർക്കാം. ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ഇതും കൂടെ ഇതിനകത്തേക്ക് ചേർക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ കൊണ്ട് ഇതുപോലെ മിക്സാക്കിയ ശേഷം കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതാണ് നമ്മളുടെ മാവ്. ഇനി ഇത് നമ്മൾ ഷേപ്പാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ നമ്മൾ ഒന്നുകൂടെ പരത്തി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ഓയിൽ മതി. അത് മാത്രമല്ല കാണാനും ഒന്നുകൂടെ രസമാണ് ഈ ഒരു പോപ്സിക്കിളിൻ്റെ ഷേപ്പിൽ ചെയ്യുകയാണെങ്കിൽ. പിന്നെ ഈ ഷേപ്പ് ആക്കിയ ശേഷം വെക്കുന്ന പ്ലേറ്റ് അല്ലെങ്കിൽ ട്രേ, അതിനകത്ത് നമ്മൾ ക്ലിംഗ് റാപ്പോ ബേക്കിംഗ് പേപ്പറോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് എണ്ണ പുരട്ടിയിട്ട് വെച്ചിരിക്കണം. അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഷേപ്പ് ആക്കി വെക്കേണ്ടത്. കാരണം ഇത് അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇനി ഇതിനകത്തേക്ക് നമുക്ക് സ്റ്റിക്സ് വെച്ച് കൊടുക്കാം. സ്റ്റിക്സ് വെക്കുമ്പോൾ ഇത് പൊട്ടിപ്പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ ഡോ കുറച്ച് ലൂസാണ്, കാരണം ഇതിനകത്ത് ഒരുപാട് പൊടികളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇത് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇനി ഫ്രീസ് ചെയ്തിട്ടാണ് നമ്മൾ കോൺഫ്ലവറിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഡിപ്പ് ചെയ്യാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് മാറ്റാം. ഇനി ഞാനിവിടെ കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. പ്ലെയിൻ കോൺഫ്ലെക്സ് ആണ് കേട്ടോ. ഇത് അതിൻ്റെ കവറിലിട്ടിട്ട് തന്നെ ഞാനൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താലും മതി. കോൺഫ്ലെക്സ് പൊടിച്ചത് റെഡിയാക്കി വെക്കുക. അതിനുശേഷം കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു പ്ലേറ്റിലെടുത്തിട്ട് അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല വെള്ളം പോലെയുള്ള ഒരു കൺസിസ്റ്റൻസി ആവണം. അതും ഇവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി ഫ്രീസ് ചെയ്ത് വെച്ച പോപ്സിക്കിൾ എടുത്തിട്ട് ഇതുപോലെ കോൺഫ്ലവറിലൊന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് കോൺഫ്ലെക്സ് പൊടിച്ചത് ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എല്ലാ സൈഡിലേക്കും ഡിപ്പ് ചെയ്തെടുക്കുക കേട്ടോ. കോൺഫ്ലെക്സ് മൊത്തത്തിൽ ഇതിനെ കവർ ചെയ്തെടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഔട്ടർ ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിതാ മൊത്തത്തിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ പോപ്സിക്കിളും ചെയ്തെടുത്ത ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്തെടുത്തിട്ട് നമുക്കിത് ഫ്രീസറിൽ വെച്ചിട്ട് സൂക്ഷിക്കാം. എന്നിട്ട് ആവശ്യാനുസരണം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇഫ്താറിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓയിൽ ചൂടാക്കിയ ശേഷം പാനിൽ ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്യാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇടേണ്ടത്. ഓയിൽ ചൂടായ ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് 5 മിനിറ്റ് ഒരു സൈഡ്, അതിനുശേഷം 5 മിനിറ്റ് അപ്പുറത്തെ സൈഡ്. അങ്ങനെ ടോട്ടൽ 10 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. പിന്നെ ഓരോരുത്തരും ഉണ്ടാക്കുന്നതിൻ്റെ വലിപ്പം അനുസരിച്ച് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. നല്ല ഗോൾഡൻ കളർ, ഡാർക്ക് ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. കഴിച്ചുകൊണ്ടേയിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.